ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പെപ്പറിൻ്റെ ടേസ്റ്റ് നിറഞ്ഞു നിൽക്കുന്ന ഒരു റൈസാണ്. ഉണ്ടാക്കാൻ ഈസിയും കഴിക്കാൻ ഏറെ ടേസ്റ്റിയുമായ ഈ റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അരി വെള്ളം തെളിയുന്നത് വരെ ഒന്ന് കഴുകിയെടുത്ത് 1 കപ്പ് റൈസിന് 1/4 കപ്പ് വെള്ളം എന്ന തോതിലെടുത്ത് അതിൽ ഈ റൈസ് 1 മണിക്കൂർ കുതിർത്തിയെടുക്കണം. ആ വെള്ളം തന്നെ ഊറ്റിയെടുത്ത് 1/4 കപ്പ് വെള്ളം കറക്റ്റ് ചെയ്തതിന് ശേഷം ആ വെള്ളം തിളപ്പിച്ച് അതിലേക്ക് 1 കപ്പിന് 1 കട്ട ചിക്കൻ സ്റ്റോക്ക് എന്ന തോതിൽ ഇട്ടുകൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിലേക്ക് റൈസ് ചേർത്ത് നമുക്ക് ഇത് അടച്ചു വെച്ച് കുക്കറിൽ 1 ബെല്ല് അടുപ്പിച്ചെടുക്കണം. കുക്കറിൽ 1 ബെല്ല് വന്നതിന് ശേഷം നമുക്കിത് ആവി പോയി തുറന്ന് ഒന്ന് പരത്തി ഇട്ട് കൊടുക്കണം. നമുക്ക് ഇതിലേക്ക് ആദ്യം തന്നെ ഒരു ചില്ലി ഗാർലിക് സോസ് തയ്യാറാക്കിയെടുക്കാം. ഇതിന് വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് 3 കപ്പ് വെള്ളം ഒഴിച്ച് പച്ചമുളകിൻ്റെ നിറം മാറുന്നത് വരെ ഒന്ന് വേവിക്കണം. എന്നിട്ട് ചൂടാറിയതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കണം. ബാക്കിയുള്ളത് നമുക്ക് ഫ്രിഡ്ജിലും സൂക്ഷിച്ചു വെക്കാം. വീഡിയോയിൽ നിങ്ങൾക്ക് കൂടുതൽ ഇൻഗ്രീഡിയൻസ് കാണുന്നുണ്ടെങ്കിലും ഇതിൽ കൊടുത്തിട്ടുള്ള ചാർട്ടിൽ 1 കിലോ റൈസിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ്. ചിക്കൻ്റെ എല്ലെല്ലാം നീക്കിയെടുത്ത് ചെറുതായി മുറിച്ച് അതിൽ ചില്ലി ഗാർലിക് സോസ്, കുരുമുളക് പൊടി, ഉപ്പ്, സോയാ സോസ്, അല്പം ഓയിൽ ഇതെല്ലാം കൂടെ ചേർത്ത് ചിക്കനിലെ വെള്ളമൊക്കെ വറ്റിച്ചെടുത്തൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. എഗ്ഗ് ഒന്ന് ചിക്കിയെടുത്ത് മാറ്റി വെക്കണം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അല്പം ഓയിലിൽ ഒന്ന് 1/2 കുക്കിൽ വഴറ്റിയെടുത്ത് അത് വഴന്ന് വന്നാൽ ക്യാരറ്റ്, ബീൻസ്, സെലറി അരിഞ്ഞതും ചില്ലി ഗാർലിക് സോസും കുരുമുളക് പൊടിയും ഉപ്പിന് പകരം ചിക്കൻ സ്റ്റോക്കും അല്പം സോയാ സോസും ചേർത്ത് ഇതൊന്ന് 1/2 കുക്കായി വന്നാൽ അതിൽ കാബേജും ക്യാപ്സിക്കവും ചേർക്കണം. ഞാനിവിടെ 2 കളർ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഇത് കാബേജ് ഒന്ന് 1/4 കുക്കായി വന്നാൽ അതിൽ എഗ്ഗും ചിക്കനും നമ്മൾ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഇത് 4 ഭാഗങ്ങളാക്കി മാറ്റി വെക്കണം. എന്നിട്ട് ഒരു പരന്ന പാത്രത്തിൽ അല്പം ഓയിൽ ഒഴിച്ച് വെജിറ്റബിളിൽ നിന്ന് 1 ഭാഗവും റൈസിൽ നിന്ന് 1 ഭാഗവും അല്പം ചില്ലി ഗാർലിക് സോസ്, കുരുമുളക് പൊടി, സോയാ സോസ്, ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്യണം. അതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പോർഷനിൽ നിന്ന് 1 ഭാഗം എടുത്ത് ചേർത്ത് ഒന്ന് നന്നായി ഡ്രൈ ആവുന്നത് വരെ റൈസ് ഒന്ന് വറുത്തെടുക്കണം. ഇത് ഡ്രൈ ആയി വന്നാൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അതിനു മുകളിൽ സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പോർഷനിൽ നിന്ന് കുറച്ചും അല്പം കുരുമുളക് പൊടിയും ഇട്ടുകൊടുത്ത് ഇതൊന്ന് നമുക്ക് അടച്ചു വെക്കണം. എന്നിട്ട് ബാക്കിയുള്ള റൈസും വെജിറ്റബിളും ഇതുപോലെ എല്ലാതും നമുക്ക് ഇങ്ങനെ വറുത്തെടുത്ത് ലെയറായി ഇതിനു മുകളിൽ ഇട്ടുകൊടുത്ത് അത് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഇതൊരു 3 മിനിറ്റ് ഫുള്ള് തീയിൽ ഒന്ന് ദമ്മാക്കിയെടുക്കണം. എന്നിട്ട് ഇത് മിക്സ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം.